നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിർണായക നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ ഇഡി കണ്ടെത്തിയ CPMന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഒപ്പം ധനമന്ത്രാലയത്തിനും RBIക്കും ഈ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയിട്ടുണ്ട്. സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയത് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബെനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്യാനും മറ്റും ഈ അക്കൗണ്ടുകൾ CPM ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഓഡിറ്റ് വിവരങ്ങളിൽ നിന്നും മറച്ചുവെച്ചു എന്ന കാര്യം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി പരിഗണിക്കണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള CPMന്റെ 25 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിലെ ഈ അക്കൗണ്ടുകൾ നിയമവിരുദ്ധമായി ആരംഭിച്ചതാണ് എന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. കരുവന്നൂരിലെ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തത് എത്ര ഉന്നതരാണ് എങ്കിൽ പോലും ശക്തമായ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ED പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും ഇതിനുള്ള നിയമസാധുത പരിശോധിക്കുമെന്നുമൊക്കെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് BJPയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി ഓൺലൈനിലൂടെ സംസാരിക്കുന്നതിനിടയിലാണ് കരുവന്നൂർ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതിന് പിന്നിലുള്ളത് എത്ര വലിയ ഉന്നതരാണെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ നൽകും എന്ന് തന്നെ മോദി ആവർത്തിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഈ നടപടി ഉണ്ടായത് എന്ന കാര്യം കൂടി ഓർക്കുക. കരുവന്നൂരിൽ ചില ഉന്നത CPM നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് CPM എന്ന പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും. CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള ED നീക്കമാണ് ഇതെന്നൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനൊപ്പം ചില ഉന്നതരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. എന്തായാലും മോദി കരുവന്നൂർ വിഷയം സംസാരിച്ച് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM കേന്ദ്രങ്ങളിൽ വലിയ അങ്കലാപ്പ് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായിരിക്കും ഈ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന ഒരു നിലപാട്, തീരുമാനം എന്നത് CPMനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ടീം മലയാളം.